ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബിലൈറ്റ് എന്ന ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ യേശുവിനോട് പറഞ്ഞിട്ടുണ്ടോ, എനിക്കെന്തിനാണ് ഈ ജന്മം തന്നത്, എന്തിനാണ് എന്നെ ഇങ്ങനെ ജീവനോട് കൊല്ലുന്നത്, അല്ലെ ഇത്ര പ്രയാസങ്ങൾ തരുന്നത് എന്തിനാണെന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളുടെ ജീവിതം ദൈവം തന്നത് എങ്ങനെയാണ്? നമ്മൾ വിലയുള്ളവരാണ്. അപ്പൊ ആ ജീവിതം നമ്മൾ എന്തിനാണ് വെറുതെ കളയുന്നത്? യേശുവിന്റെ ജീവനെ കൊടുത്ത് നമ്മളെ വീണ്ടെടുത്തവനാണ്. അതുകൊണ്ട് നമ്മൾ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് വില കൊടുത്ത് വാങ്ങിയതാണ്. യേശുവിന്റെ രക്തം കൊടുത്ത് നമ്മളെ വിലക്ക് വാങ്ങിയതാണ്. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ തന്നെ ആ ജീവിതം നഷ്ടപ്പെടുത്തണം? ആത്മഹത്യ ചെയ്യുന്നതാണോ നല്ലത് ഇതിനൊരു പരിഹാരം? ഒരു രോഗം വന്നാൽ, അല്ലെ കടബാധ്യതകൾ വന്നാൽ, അല്ലെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഒരു ആത്മഹത്യയാണോ ഇതിന്റെ ഒരു പ്രതിവിധി, അല്ലെ ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടത്? ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളെ വിലക്ക് മേടിച്ച എൻ്റെ യേശു കർത്താവ് ഉള്ളപ്പോൾ നമ്മൾ എന്തിന് അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകണം? ഒന്ന് ഈ പ്രശ്നങ്ങളിലെല്ലാം തരണം ചെയ്ത് എഴുന്നേറ്റ് നിന്ന ഒരു സുവിശേഷം എന്ന് പറയുന്നത് ഈ ദൈവം നമുക്ക് നൽകിയ ഒരു ജീവിതമാണ്. അത് നല്ലതായ രീതിയിൽ തന്നെ നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ജീവിത കാര്യങ്ങളിൽ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ എൻ്റെ യേശുവിന് കഴിയുമെന്നുള്ള ഉത്തമ ബോധ്യം നമ്മളിൽ ഉണ്ടാകണം. ഒത്തിരിയേറെ പ്രയാസങ്ങളുള്ള നഷ്ടപ്പെട്ട കടബാധ്യതകൾ, അല്ല മറ്റേതെങ്കിലും പ്രശ്നങ്ങളിൽ മാതാപിതാക്കൾ തള്ളിക്കളഞ്ഞ ഒരു ജീവിതം, ശപിക്കപ്പെട്ട് തള്ളിക്കളഞ്ഞ ഒരു ജീവിതം, ജീവിത പങ്കാളിൽ വലിച്ചെറിഞ്ഞ് ചവിട്ടിത്താഴ്ത്തിയ ജീവിതങ്ങൾ, പിന്നെ മക്കള് മാതാപിതാക്കളെ പരിഗണിക്കാതെ ഉള്ള ജീവിതങ്ങൾ, ബന്ധുക്കള് അല്ല അയൽവാസികളെ നമ്മൾ ദുഷിച്ച് പറഞ്ഞിട്ടും അങ്ങനെയുള്ള താഴ്മയിൽ നിൽക്കുന്ന ജീവിതങ്ങളായാലും നമ്മൾ യേശുവിൽ ഉറച്ച വിശ്വാസത്തോടെ നിൽക്കുക. ദൈവം നമ്മെ കാത്തു പരിപാലിക്കും. 1 പത്രോസ് 5:6 പറയുന്നു, നിന്റെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ പരമേൽക്കുക, അവൻ എല്ലാത്തിലും ശ്രദ്ധാലുവാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നിനും സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ എല്ലാ ഭാരങ്ങളും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുക. നമ്മുടെ സുവിശേഷം എന്ന് പറഞ്ഞ് യേശുവിനെ കുറിച്ച് അറിയുക, പഠിക്കുക, യേശുവിനെ കുറിച്ച് ഒരാളോട് പറയുക, യേശു നമുക്ക് ചെയ്ത നന്മകളെ കുറിച്ച് പറയുക. ഇതല്ലാതെ മറ്റൊന്നുമല്ല. ഏതൊരു ജീവിതമാണെങ്കിലും ഏത് കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും നഷ്ടങ്ങളിലും വന്നാലും എൻ്റെ യേശു എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്, അവൻ എനിക്ക് വേണ്ടി നല്ല യുദ്ധം ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നുണ്ട് എന്ന ഉത്തമ ബോധ്യത്തോടെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ പലവിധമായ ചിന്തനകൾക്ക് അകപ്പെട്ടു പോകാതെ, അല്ല ആത്മഹത്യകൾക്ക് അകപ്പെട്ടു പോകാതെ നമ്മുടെ ജീവിതങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഈ വചനത്തിലൂടെ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.